വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു. പാർട്ടികൾ സ്വന്തം നിലയ്ക്കും യോജിക്കാൻ കഴിയുന്ന ഇടത്തെല്ലാം ഇന്ത്യ സഖ്യം ഒരുമിച്ചും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. കോൺഗ്രസിന്റെ സമരപരിപാടികൾ 19-ന് ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിക്കും. അതേസമയം ജാർഖണ്ഡിൽ പരിഹരിക്കപ്പെടാതെ തുടരുന്ന വിദ്യാർത്ഥി പ്രതിഷേധം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കാനാണ് ബിജെപിയുടെ നീക്കം. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ നമ്മൾ പാർലമെന്റിലെ ഒളിച്ചുകളി കണ്ടതാണ്. അതിൽ വലിയ പ്രതിഷേധമൊക്കെ പാർലമെന്റിൽ നടത്തുകയും ചെയ്തു പ്രതിപക്ഷം. ഇനിയുള്ള നീക്കം പുറത്താണ്. അത് ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കം. എങ്ങനെയൊക്കെയാണ് ഈ പ്രതിപക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒപ്പം ജാർഖണ്ഡിലെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് പ്രതിരോധമാക്കുകയാണ് ബിജെപി. എങ്ങനെ? ശ്രുതി ഷിഹാസ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും വിദ്യാർത്ഥികൾക്ക് എതിരായ പോലീസ് നടപടി ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർലമെന്റിന് അകത്തും പുറത്തും വലിയ പ്രതിഷേധം പ്രതിപക്ഷം നടത്തിയത്. ഈ വർഷകാല സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന കാഴ്ച അടക്കം നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പാർട്ടികൾ ഒറ്റയ്ക്കും പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ ഇന്ത്യ സഖ്യം എന്ന നിലയിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് സമരം ചെയ്യുക അതത്ര പ്രായോഗികമായ കാര്യമല്ല. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളും അത് സാധ്യമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോകാൻ കഴിയുന്ന സ്ഥലത്തെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് അവരുടെ പ്രതിഷേധ പരിപാടികൾ 19-ന് ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്ത ശേഷം മുന്നോട്ട് വയ്ക്കും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുകയും ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് മറ്റൊന്നും നിലവിൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കൃത്യമായി തന്നെ വ്യക്തമാക്കിയതാണ് ആരാണ് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. അത് അമിത്ഷാ ആണെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. ഇതല്ല, വെടിവെപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ മന്ത്രിസഭയിൽ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കണം എന്നാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ആവശ്യം ഉന്നയിച്ചത്. എന്താണെങ്കിലും ആ ആവശ്യം ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. ദില്ലി അടക്കമുള്ളിടങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും. കോൺഗ്രസിന്റെ ഭാഗത്താണെങ്കിൽ യൂത്ത് കോൺഗ്രസ്, NSU അടക്കമുള്ള പോഷക സംഘടനകളും പ്രതിഷേധ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം BJP ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ മറ്റൊരു തരത്തിൽ ആക്രമിക്കുന്നുണ്ട് എന്നുകൂടി എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ തുടരുന്ന വിദ്യാർത്ഥി പ്രതിഷേധം അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ജാർഖണ്ഡ് അവിടുത്തെ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ പല ആവശ്യവും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, അത്തരത്തിൽ അംഗീകാരം ലഭിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും ആ പ്രതിഷേധം അവസാനിക്കാൻ നിൽക്കുകയും ചെയ്യുന്നത്. ആ പ്രതിഷേധത്തിൽ BJP കൂടി ഭാഗമായിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷിയുള്ള JMM സർക്കാരാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത്. ആ സർക്കാരിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുക, ഒപ്പം രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കോൺഗ്രസ് കാണിച്ചത് ഇരട്ടത്താപ്പാണ് നിലപാട് തുറന്നു കാണിക്കുക എന്നാണ് BJP ലക്ഷ്യമിക്കുന്നത്. അതിന്റെ ഭാഗമായി BJPയും ജാർഖണ്ഡിലും ഒപ്പം ദില്ലിയിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ആഹ്വാനം ചെയ്യും എന്നറിയുന്നതാണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരുവിലേക്ക് പ്രതിഷേധം മാറ്റാനുള്ള തീരുമാനം കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷം.